ആദ്യക്കുട്ടിന് ഉറങ്ങി എണീച്ചാൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവൻ്റെ മൂഡൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കാർട്ടൂൺ വെച്ച് കൊടുക്കും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാർട്ടൂൺ. അത് കഴിഞ്ഞ് ചായക്ക് ഇന്ന് പുട്ടും പച്ചക്കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ ഉച്ചയൂണിലുള്ള സമയം കേട്ടോ. പച്ചക്കറി ആയിരുന്നു, പരിപ്പും വെള്ളരി ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പല്ല ഞാൻ അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പച്ചക്കറി റെഡി ആയിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു, കുറച്ച് അലക്കാനുണ്ടായിരുന്നുള്ളൂ. അത് നേരെ ഞാൻ കല്ലിൽ അലക്കിയിട്ട് നേരെ മുകളിൽ ഓപ്പൺ ഡ്രസ്സിൽ കൊണ്ടുവിട്ടോ. ഹോളിലാണെങ്കിൽ ഒരു മൂലയിൽ ചെറിയൊരു അക്വാറിയം ഉണ്ട്. അവിടെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നേരെ ഓപ്പൺ ഡ്രസ്സിലേക്ക് പോയിട്ടോ. ഞാൻ അവിടെയാണെങ്കിൽ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു, കാരണം മഴയൊക്കെ ഒന്നും ഉണങ്ങി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കിയ ശേഷം ഉണങ്ങിയതൊക്കെ കൊണ്ടെടുത്തു. അതുപോലെ തന്നെ തിരുമ്പിയതെല്ലാം അവിടെ ആയിട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കറിച്ചൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. വലിയ കോരയായിരുന്നു, അത് നല്ല തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു നെത്തോലില്ലേ, നെത്തൽ അത് നന്നായിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കി, ഉപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ടേസ്റ്റ് നോക്കി, അല്ലാതെ ആക്രാന്തം കൊണ്ടല്ല. ഇത് സിമ്പക്കുള്ള ചോറാട്ടോ. അപ്പോൾ ഞാൻ സിമ്പക്കുള്ള ചോറൊക്കെ കൊടുത്തു, അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായക്ക് ആളുണ്ടായിരുന്നു, നമ്മുടെ വല്യമ്മയും വല്യമ്മൻ്റെ മോളുണ്ടായിരുന്നു. അപ്പോൾ അമ്മയല്ല, ഞങ്ങൾ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുക കേട്ടോ. പലഹാരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇതാണ് പഴം വട കേട്ടോ. ഇത് വടയുടെ ടെക്സ്ചറും അതുപോലെ തന്നെ കായപ്പത്തിൻ്റെ ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ, സീ യു.